കേരളം ഭീകരവാദം ഇല്ലാത്ത ഒരു സംസ്ഥാനമാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ISL ചേർന്നത് കേരളത്തിൽ നിന്നാണ്. ഇവിടെ BJP നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാം ഒന്നാമത്തെ കാര്യം. രണ്ടാമത് തീവ്രവാദത്തിന് ഇവിടെ ഒരു രാഷ്ട്രീയ മുഖമാണുള്ളത്. ഒരിക്കലും ഇവിടെ തീവ്രവാദത്തിന് ടെററിസ്റ്റിൻ്റെ യൂണിഫോം ഇല്ല. ഇവിടെ ഉള്ളത് രാഷ്ട്രീയ മുഖമാണ്. അപ്പോൾ ഈ പ്രതിസന്ധി, ഈ പ്രശ്നത്തെ ഭാവിയിൽ അതൊരു തീവ്രവാദത്തിൻ്റെ രൂപത്തിലേക്ക് തന്നെ പോകില്ലേ? അതിന് BJP എങ്ങനെ നേരിടും ഇവിടെ? നമുക്ക് കേരളത്തിൽ ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആളുകൾ, അതായത് ഇവിടെ മുൻ DGP ആയിട്ടുള്ള ആളുകൾ വരെ കേരളം ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പല കണക്കുകളനുസരിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ISISൽ പോയിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ PFIയുടെ ആളുകളെ പിടിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. അങ്ങനെ ഏതൊരു അറ്റാക്ക് എവിടെയെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ റൂട്ട് നമുക്ക് എപ്പോഴും കേരളത്തിലേക്ക് നമുക്ക് കിട്ടാറുണ്ട്. ഇൻക്ലൂഡിങ് കശ്മീരിൽ വരെ കേരളത്തിൽ നിന്ന് ആളുകൾ പോയിട്ടുണ്ട് അവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. അവിടുന്ന് പിന്നെ അവരെ ഇന്ത്യൻ ആർമി ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളിൽ പോലും ഈ ഒരു ചിന്താ രീതി, ഇപ്പോൾ നോക്കൂ, ഹമാസ് പോലുള്ള ഒരു ഭീകരവാദി സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യത കൊടുത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അതിനെ ആ രീതിയിലുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ഇവിടെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. കാലാകാലങ്ങളിൽ അത് ശ്രമിക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതി നോക്കുമ്പം കേരളം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ്, വളരെ വോളറ്റൈലായിട്ടുള്ള സ്ഥലമാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ കശ്മീരിനെ കുറിച്ച് നമ്മൾ പറയുമ്പം കശ്മീരിൽ ഒരു ദിവസം കൊണ്ട് തുടങ്ങിയതല്ല അവിടെ ഭീകരവാദം. അത് പതുക്കെ ആളുകൾ ആദ്യം അവിടെ മൈനോറിറ്റീസ് ആയിട്ടുള്ള ഹിന്ദു കശ്മീരി പണ്ഡിറ്റ്സിനെ അവിടെ നിന്ന് അവരെ ഇല്ലാതാക്കി, അവരെ അവിടെ നിന്ന് മാറ്റി. മുസ്ലിംസിൻ്റെ ആയിട്ടുള്ള ഭൂരിപക്ഷത്തിലുള്ള ആളുകളെ, മിതവാദികളെ അവർ ന്യൂട്രലൈസ് ചെയ്തു. മീഡിയയിലുള്ള ജേർണലിസ്റ്റുമാർ, ന്യൂട്രലായിട്ടുള്ള ജേർണലിസ്റ്റുമാർ അവരില്ലാതാക്കി. സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ജഡ്ജസ് ആയാലും ശരി, മറ്റുള്ളവർ, അവർ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ അവരില്ലാതാക്കി. അതായത് അവരുടെ പക്ഷത്തില്ലാത്ത ആളുകളെല്ലാം ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട് ഉള്ള ഒരു രീതിയാണ്. അപ്പം ഭീകരവാദം എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതേ രീതിയിൽ കേരളത്തിലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു നരേറ്റീവ് ഇപ്പം ആളുകൾ ഇത് ഇങ്ങോട്ട് പുഷ് ചെയ്യാൻ ഉള്ളൊരു രീതിയിലേക്ക് കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം കൊണ്ട് ചില ആളുകളെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ ഇതുപോലുള്ള സംഘടനയിൽ പോയി ചേർന്ന് അവരും അവരുടെ ജീവിതവും അവരുടെ കുടുംബത്തിൻ്റെ ജീവിതവും ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കാണുന്നു. ഇതിൽ നിന്ന് ആരും ഏതെങ്കിലും ഒരു നല്ല രീതിയിൽ എത്തിയിട്ട് നമ്മളെ മുന്നിലില്ല. അപ്പോൾ കേരളം ഡെഫിനറ്റ്ലി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്നും കൂടി ഞാൻ പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഭീകരവാദം മാത്രമല്ല, ഇവിടെ ഒരു മൾട്ടി ക്രിമിനലാലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് സ്വർണ്ണക്കള്ളക്കടത്തുണ്ട്, പിന്നെ ഡ്രഗ്സ് ഉണ്ട്, പിന്നെ മറ്റു രീതിയിലുള്ള ക്രൈം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രൈം എല്ലാത്തിൻ്റെയും ബാക്കിൽ ചില ഭീകരവാദ സംഘടനകളും അവരുടെ ഫണ്ടിങ്, അങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ, ഒരു കോംപ്ലക്സ് ആയിട്ട് സിറ്റുവേഷനാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ കൂടെ രാഷ്ട്രീയപരമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, വെറും വോട്ടിന് വേണ്ടി ഈ പ്രീരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് പോലെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ ആളുകൾ മുൻകൈ എടുത്ത് വരുന്നത് നമുക്ക് കാണാം. അത് ഇടതുപക്ഷവും വലതുപക്ഷത്തിൻ്റെയും ആളുകൾ ഓപ്പണായിട്ട് ചിലപ്പം അവർ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കും, ചിലപ്പോൾ അവർ SDP കൂട്ടുപിടിക്കും, ചിലപ്പോൾ അവർ വെൽഫെയർ പാർട്ടി, അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ അവരവരുടെ രാഷ്ട്രീയ താല്പര്യക്ക് വേണ്ടി അവരെ വെള്ള പൂശാൻ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ പല നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു പ്രശ്നമേ അല്ല, അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേറെ രാജ്യം, നമ്മളെ മതരാഷ്ട്രം വേണമെന്ന് അവർ തന്നെ പറയുന്നത്, അവർ തന്നെയാണ് ബംഗ്ലാദേശിൽ അവർ തന്നെ ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടുത്തെ നേതാക്കന്മാർ അങ്ങനെയൊന്നുമല്ല, അവർ നമ്മളെ അങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ കൾച്ചർ ആണ് ഈ വിഭാഗം ആളുകൾ. അതായത് ഈ തീവ്ര ചിന്തിക്കുന്ന വിഭാഗം. ആ തീവ്ര ചിന്തിക്കുന്ന വിഭാഗം മറ്റ് മതങ്ങൾക്ക് മാത്രമല്ല ഒരു ത്രെറ്റ്. ഈ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ നമ്മൾ ലോകത്തെ ഏതൊരു സ്ഥലത്ത് നോക്കിയാലും അവർ ആദ്യം ഇല്ലാതാക്കുന്നത് ഈ മറ്റു മതക്കാർ മാത്രമല്ല, അവരുടെ ഉള്ളിലെ മതത്തില്ലാത്ത മിതവാദികളുമായിട്ട് നേരെ ചിന്തിക്കുന്ന, സമാധാനമായിട്ട് ചിന്തിക്കുന്ന ആളുകളെയാണ് അവരില്ലാതാക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നത്. അവിടെ ആരാണ് മരിക്കുന്നത്? സാധാരണപ്പെട്ട ആളുകളാണ് മരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാം എങ്ങനെ നടക്കുന്നത്. അവിടെ വേറെ മതത്തിലാണ്, മതം അവിടെ ഇല്ല, ഇപ്പോൾ എല്ലാവരും പോയി. ഇപ്പം ബംഗ്ലാദേശിലും ഇതേപോലെ തന്നെയാണ്. ഇപ്പം അവിടെ ഹിന്ദുസും ക്രിസ്ത്യൻസിൻ്റെ കേസ് നടക്കുന്നുണ്ട്. പക്ഷെ നാളെ ഈ അതിനകത്ത് ഇവരുടെ ലൈൻ സ്വീകരിക്കാത്ത ആളുകളെ അവർ വേട്ടയാടും. ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള രീതിയിലേക്ക് വരുമ്പം കേരളം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കോംപ്ലക്സ്, അതായത് ഭീകരവാദത്തിനൊരു ഐഡിയൽ ഗ്രൗണ്ട്, മൾട്ടി ക്രിമിനാലിറ്റി ഒരു സിറ്റുവേഷൻസ് ഉണ്ട്, അതിൻ്റെ മുകളിൽ രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ചില രാഷ്ട്രീയക്കാരുടെ ബലത്തിലാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാര്യമാണ്. BJPയെ സംബന്ധിച്ചോളം ഇത് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. നമ്മുടെ സുരക്ഷ, നമ്മളെ സാധാരണക്കാരുടെ സുരക്ഷ, അതിനകത്ത് ജാതി മതഭേദ
എല്ലാവർക്കും സുരക്ഷ ആവശ്യമാണ്. ആ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ പ്രയോറിറ്റി നൽകി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഒരു കീ പ്രയോറിറ്റി ഈ രാഷ്ട്ര സുരക്ഷയും നമ്മുടെ ഈ ആളുകളുടെ സുരക്ഷയും അത് എപ്പോഴും നിലനിൽക്കണം എന്നുള്ളൊരു പിടിവാശി നമുക്കുണ്ട്. അത് അത്യാവശ്യമാണെന്ന് നമുക്കറിയാം. കാരണം കേരളത്തിലൂടെയാണ് ഭാരതത്തിൻ്റെ വളർച്ചയെന്ന് പലപ്പോഴും പല നേതാക്കന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേരളം എന്ന് വെച്ചാൽ വെറും ഒരു രാഷ്ട്രീയ ജയം മാത്രമല്ല, അതൊരു സിവിലൈസേഷണൽ ജയം കൂടിയാണെന്ന് നമ്മൾ പറയും. നമ്മളൊരു ഐഡിയോളജിക്കൽ ബാറ്റിൽ കൂടിയാണ്. ഈ ചിന്താരീതി, ഈ ചിന്ത, അതായത് നമ്മൾ ഭാരതത്തിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ ഇത് നമുക്ക് ശരിയല്ല എന്നൊക്കെ ഉള്ള ചിന്തകളിൽ നിന്ന് മാറ്റാനും കൂടിയുള്ള ഫൈറ്റാണ്. അതുകൊണ്ട് വെറും ഒരു രാഷ്ട്രീയ ഫൈറ്റല്ല, ഭാരതത്തിനെ ഒരുമിച്ച് നിർത്താനുള്ളത് കേരളവും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മളെല്ലാവരും BJPയിൽ ഈ ഒരു ആശയത്തിൽ നമ്മൾ കൂടെ നിൽക്കുന്നത്. പക്ഷേ BJPക്ക് ഇപ്പോൾ നമുക്ക് നേരിടുന്നത്, ഇപ്പോൾ കാശ്മീരിൽ നേരിടുന്ന പോലെ അല്ല BJP ഈ കേരളത്തിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നേരിടേണ്ടി വരുന്നത്. പക്ഷേ ഭാവിയിൽ ഒരു സൈനികനും കൂടെ ആയിരുന്നുകൊണ്ട് അങ്ങോട്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു കാശ്മീർ പോലെ കേരളമായി മാറുമോ? നമുക്കൊരിക്കലും അതിനൊരു മാറില്ല എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. എന്നാൽ ചോദിക്കും ഇപ്പോൾ ഉടനെ അങ്ങനെ മാറുമോ? ഇല്ല, ഉടനെ മാറത്തില്ല. കാരണം കശ്മീരും കേരളവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. കശ്മീരും അവിടുത്തെ ജോഗ്രഫി ഡിഫറെൻ്റ് ആണ്. കശ്മീരും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ബോർഡർ തന്നെയാണ്. അതായത് പാകിസ്ഥാനിന് ഈ ഭീകരവാദികളെ നുഴഞ്ഞു കയറ്റാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യം കശ്മീരിലുണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യമല്ല കേരളത്തിലുള്ള. പക്ഷേ കേരളത്തിലെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ചില ആളുകൾ അവർ റാഡിക്കലൈസായി ഈ തീവ്ര ചിന്താഗതി ഇൻ്റർനെറ്റിലൂടെയൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ അവിടുന്ന് കണ്ട് മനസ്സിലാക്കി എന്നിട്ട് മറ്റുള്ളവർക്കിലേക്ക് അത് കൊടുക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ധാരാളം യുവാക്കൾ ഗൾഫ് ഏരിയയിൽ പോയി. ഈ ഗൾഫിലെ രാജ്യങ്ങൾ പോലും ഇപ്പം ഈ മതഭീകരവാദികൾ ദൂരെ നിർത്തുകയാണ്. അവർ ഒരൊറ്റ ആളുകൾ പോലും ഈ ഗൾഫിലെ UAE ആയാലും സൗദി ആയാലും അവരെല്ലാം ഈ മതഭീകരവാദത്തിനെ ഏറ്റവും എന്താ പറയുക വളരെ ശക്തമായിട്ട് നേരിടുന്ന ഒരു രാജ്യങ്ങളിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷെ അവിടെ ചെന്ന് ഈ പാകിസ്ഥാനും മറ്റ് രാജ്യങ്ങളിലും, അതായത് ഇപ്പോഴും ഇതിൽ വിശ്വസിക്കുന്ന ആളുകളായിട്ട് ഇടപെട്ട് അങ്ങനെ ആ ചില ആളുകളിൽ അതിലേക്ക് വരികയും ഇവിടെ വന്നതിനെ മറ്റു ആളുകൾക്കും പ്രചരിപ്പിച്ചുകൊണ്ട് പോകുന്നൊരു ടെൻഡൻസി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു പ്രശ്നമാണ്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഇന്ന് ഭാരതം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു ഇന്ത്യയാണ് എന്നുള്ളത്, പണ്ടത്തെ പോലല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം രായ്ക്ക് രാമായണം ഇവിടുന്ന് ഇത്രയോ പേരെ അവർ പോലും വിചാരിച്ചില്ല PFIയുടെ ആളുകളെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പം വി ആർ സേഫ് എന്ന് പറയുമ്പോഴും വി ഹാവ് ടു ബി കെയർഫുൾ എന്നും കൂടി ഞാൻ അതിനെ കൂടെ അതാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ടൊരു ആൻസർ. അതായത് നടക്കത്തില്ല എന്ന് നമുക്ക് ഒരിക്കലും അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. എന്നാൽ വി ഹാവ് ടു ബി അങ്ങനെ ഒരു വളരെ ആശങ്ക എന്നും നമ്മൾ കാണണ്ട. വി ഹാവ് ടു ബി സേഫ് ആൻഡ് വി ഹാവ് ടു ബി കെയർഫുൾ. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ഭീകരവാദത്തിൻ്റെ മൈനിൻ്റെ പുറത്താണ് കേരളമെങ്കിലും ഇവിടെ മാറ്റമുണ്ട്. BJP വ്യക്തമായി വളരുന്നുണ്ട്, ശക്തമായി മുന്നേറുന്നുണ്ട്. ഇപ്പോൾ അത് ഓരോ മേഖലയിലും ഇപ്പോൾ അവസാന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരെ അതിൻ്റെ വ്യക്തമായ തെളിവ് കണ്ടതാണ്, അല്ലേ സാർ? തീർച്ചയായിട്ടും. നമ്മൾ പറഞ്ഞ നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ച സുരക്ഷിത കേരളത്തിനെ കുറിച്ച് മാത്രമാണ്. നമ്മളെല്ലാവർക്കും സുരക്ഷ വേണം. അതുപോലെ തന്നെ വികസനവും അതുപോലെ തന്നെ വിശ്വാസവും ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് BJPക്കുള്ള. അതിൻ്റെ ഒരു റിസൾട്ടായിരുന്നു നമ്മളിപ്പം ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ അതിൻ്റെ പെർസെൻറ്റേജ് വൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് പറയാം. പക്ഷേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് BJP ഒരു ശക്തി തന്നെയാണെന്ന്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആയാലും ശരി, കൊല്ലം ആയാലും ശരി, കൊല്ലത്തൊക്കെ വളരെ നല്ല ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്. ഇതെല്ലാം നടക്കുന്നത് ഒരു ടീം വർക്ക്. ഇന്ന് മൊത്തം കേരളത്തിൽ BJP ഒരു ടീമായിട്ട് മുന്നോട്ട് പോകുന്നു. അവർ വെക്കുന്ന ആശയം അങ്ങനത്തെയാണ്: വികസനം, വിശ്വാസം, സുരക്ഷയായിട്ടുള്ള ആ കാര്യങ്ങൾ വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത്. അത് എനിക്ക് തോന്നുന്നു ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയം മാറണം എന്നുള്ള ചിന്ത ഇന്ന് മലയാളികൾക്കുണ്ട്. സ്ഥിരമായിട്ടുള്ള രാഷ്ട്രീയം, സമരം, ആളുകളെ ഹർത്താൽ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുക, ആ രാഷ്ട്രീയം പണിമുടക്ക്, ആ രാഷ്ട്രീയം മാറി പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. നിങ്ങൾ പ്രവർത്തിച്ചേ മതിയാവും. ആ പ്രവർത്തനത്തിൻ്റെ ഓഡിറ്റ് ഇന്ന് ആളുകൾ ചെയ്യും. ആ ഓഡിറ്റിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾ എലക്ട് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. ആ രീതിയിലേക്ക് രാഷ്ട്രീയം മാറ്റും. അതിൻ്റെ ഒരു ആശയമാണ് BJP വയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ റിയാലിറ്റീസ് കണ്ട് ഇന്നത്തെ കേരളത്തിലെ ജനങ്ങൾ BJPക്ക് BJP ആണ് ഒരു ഹോപ്പ് എന്നുള്ള നിലയിൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു BJP വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം കേരളത്തിൽ ഡെഫിനറ്റ്ലി ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ശക്തമായിട്ട്, അതായത് ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് തന്നെ മാറും എന്നാണ് എൻ്റെ വിശ്വാസം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനുള്ളിലേക്ക് എത്തും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് അമർത്തുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഒപ്പം തന്നെ ഇന്ത്യ ലൈവിൻ്റെ പുതിയ ആധ്യാത്മിക ചാനലായിട്ടുള്ള പുണ്യം എന്ന ചാനലും, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൊളാബ് ചെയ്യുന്ന വീഡിയോകൾ ഇന്ത്യ ലൈവിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പുണ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആധ്യാത്മിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് മറുപടിയായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.